റിപ്പോർട്ട് ബ്രേക്കിംഗ്. KPCC നേതൃമാറ്റത്തിൽ എതിർപ്പുമായി ഒരു വിഭാഗം. കെ സുധാകരൻ പക്ഷമാണ് എതിർപ്പുയർത്തുന്നത്. നേതൃമാറ്റം അനിവാര്യമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. കെ സുധാകരനെ അനുനയിപ്പിച്ച് ആന്റണി അധ്യക്ഷനാക്കാനാണ് നീക്കം. അതേസമയം കേരളത്തിൽ തൃശൂർ ഒഴികെ മുഴുവൻ DCC അധ്യക്ഷന്മാരും മാറും എന്ന വിവരം കൂടി വരുന്നു. റോഷിപാലും നോബൽ മാരിക്കാരനും നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ തിരുവനന്തപുരത്തു നിന്നും, നോബൽ മാരിക്കാരൻ ACC സമ്മേളനം നടക്കുന്ന അഹമ്മദാബാദിൽ നിന്നുമാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. റോഷിപാൽ, ഹൈക്കമാൻഡ് ആന്റണിയെ സംസ്ഥാനത്തേക്ക് എത്തിക്കുക, KPCC അധ്യക്ഷനാക്കുക എന്ന നിലപാടാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഇതിൽ അനുനയിപ്പിച്ച് കെ സുധാകരനെ മനസ്സിലാക്കി അവിടെ നിന്നും മാറ്റി ആന്റണിയെ കൊണ്ടുവരിക എന്നതാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഇതിലാണോ ഇപ്പോൾ ഒരു പക്ഷത്തിന്റെ വിയോജിപ്പ്? ഡോക്ടർ അരുൺകുമാർ, സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് എതിരാണ് കെ സുധാകരൻ പക്ഷം. KPCC അധ്യക്ഷനെ നിലനിർത്തിക്കൊണ്ടുള്ള പുനഃസംഘടന മാത്രം മതി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ KPCC അധ്യക്ഷനെ മാറ്റാനുള്ള നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ സുധാകരന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു. മാത്രവുമല്ല, ശശി തരൂർ അടക്കമുള്ള പല നേതാക്കളും സുധാകരനെ പിന്തുണച്ച് സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചുകൂടിയാണ് സമ്പൂർണ്ണ പുനഃസംഘടന എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റി പകരം ആന്റണിയെ അധ്യക്ഷനാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ പുതിയ സാമൂഹ്യ സാഹചര്യങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ BJP വേരോട്ടമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് പാർട്ടി പുനഃസംഘടനയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സമ്പൂർണ്ണ പുനഃസംഘടന. അവിടെ ഈ ആന്റണി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുക. അതിൽ എതിർപ്പ് പല കോണുകളിലും ഉയരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി എതിർപ്പ് ഉയർത്തുന്നത് സുധാകര പക്ഷമാണ്. കെ സുധാകരനെ അനുനയിപ്പിച്ച് പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള തീരുമാനം തന്നെയാണ് ഹൈക്കമാൻഡിനുള്ളത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു ധാരണ നേതൃത്വത്തിലുണ്ട്. അത് സുധാകരനെ ബോധ്യപ്പെടുത്തും. സുധാകരനെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ പുനഃസംഘടന പൂർത്തിയാക്കൂ എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റോഷി, ഞാൻ ഒന്ന് നോബലിലേക്ക് കൂടി പോയി വരാം. നോബൽ, സമ്പൂർണ്ണമായ അഴിച്ചുപണിക്കൊരുങ്ങുമ്പോൾ DCC അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ അഴിച്ചുപണിക്കാണോ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? തൃശൂർ അധ്യക്ഷൻ ഒഴികെ ബാക്കി എല്ലാ DCC അധ്യക്ഷന്മാരും മാറുമോ? 13 DCC അധ്യക്ഷന്മാരിലും മാറ്റമുണ്ടാകുമോ? അരുൺ, കേരളത്തിൽ DCCകളിൽ സമ്പൂർണ്ണമായ ഒരു പൊളിച്ചെഴുത്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ തൃശൂരിന്റെ കാര്യത്തിൽ മാത്രം അത് ഉണ്ടാകില്ല. കാരണം തൃശൂരിൽ പുതിയ അധ്യക്ഷനെ കഴിഞ്ഞ ദിവസം മാത്രമാണ് പ്രഖ്യാപിച്ചത്. അത് മാത്രമല്ല, അദ്ദേഹത്തെ മാറ്റില്ല എന്ന ഉറപ്പ് നേതൃത്വം അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ദില്ലി വെച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 13 അധ്യക്ഷന്മാരും അപ്പോൾ മാറും എന്ന് തന്നെയാണ് നമുക്ക് വിവരം ഉള്ളത്. ഈ 13 അധ്യക്ഷന്മാർ മാറുമ്പോൾ നേരത്തെ മുഹമ്മദ് ഷിയാസ്, VS ജോയ് അടക്കമുള്ള ആളുകളെ മാറ്റില്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ തന്നെ മാറാനുള്ള സന്നദ്ധ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. കാരണം പുതിയ കോൺഗ്രസിന്റെ പുതിയൊരു നിർദ്ദേശപ്രകാരം ഇപ്പോൾ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുകൾക്ക്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരായിരിക്കുന്ന ആളുകൾക്ക് ആ 3 വർഷം മത്സരിക്കാൻ കഴിയില്ല എന്നൊരു വ്യവസ്ഥ വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അധികാരം അവർക്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് അവർക്ക് അത്തരത്തിൽ മത്സരിക്കാനുള്ളതിൽ ഒരു വിലക്ക് വരാൻ പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ നിലവിൽ DCC അധ്യക്ഷന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മത്സരിക്കാൻ ഒരു വിലങ്ങ് തടി, അതൊരു പ്രതിസന്ധിയായി മാറും എന്നത് യാഥാർത്ഥ്യമാണ്. ആ പശ്ചാത്തലത്തിൽ ഈ കേരളത്തിലുള്ള മുഴുവൻ DCC അധ്യക്ഷന്മാരും ഇത്തരത്തിൽ മാറാൻ തയ്യാറാണ്. തൃശൂർ ഒഴികെ ബാക്കി എല്ലാവരും തങ്ങൾ മാറാൻ തയ്യാറാണെന്ന് ഇപ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് VS ജോയ് അടക്കമുള്ള പേരുകൾ സജീവമായി നിലമ്പൂരിൽ പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ DCC അധ്യക്ഷ പദത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ അത് സ്ഥാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക അവർക്കുമുണ്ട്. ആ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും DCC അധ്യക്ഷ പദവി ഒഴിയാൻ VS ജോയ് അടക്കമുള്ളവർ നേതൃത്വത്തെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ താല്പര്യം അറിയിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ 13 DCCകളും അഴിച്ചുപണിയും. ഇതിനോടകം തന്നെ പല DCCകളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നേതാക്കൾക്കിടയിൽ ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് വിവിധ വിഷയങ്ങൾ അവരുടെ പ്രതികരണം ഉള്ളതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഒന്നും അറിയില്ല, വിശദമായിട്ടൊന്നും അറിയില്ല. കാരണം ഇവിടെ ആയതുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും വീണ വിജയന്റെ കാര്യത്തിൽ എന്തായാലും പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. അതിനെ സംബന്ധിച്ച് വിശദാംശം മനസ്സിലാക്കിയിട്ട് പറയാം. അത് ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയാം. അത് പാർട്ടി ഔദ്യോഗികമായിട്ട് എന്റെ നിലപാട് പറയും. ഈ 15-ാം തീയതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ സാധാരണ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് തയ്യാറെടുപ്പ് വളരെ വേഗത്തിൽ കോൺഗ്രസ് ആക്കാറുണ്ട്. ഇപ്രാവശ്യം അതുപോലുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞല്ലോ. അവിടെ AP അനിൽകുമാർ MLAക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നേരത്തെ തന്നെ ആരംഭിച്ചു. ഒരു സൂചനയില്ല, ഒന്നും ആലോചിച്ചില്ല. ഈ DCC അധ്യക്ഷന്മാരെ സ്വമേധയാ മാറാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചു എന്നുള്ള കാര്യം അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല. തീരാണ്. ഇന്നത്തെ സമ്മേളനം കൂടെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പറയാം എങ്ങനെയായിരിക്കും. അല്ല, ഇന്നത്തെ സമ്മേളനത്തിന്റെ ഇന്നലെ വർക്കിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ AICC മീറ്റിംഗിലാണല്ലോ അത് പാസ്സാക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ചർച്ചകൾ കൂടി കേട്ടിട്ട് മാത്രമേ അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറയാം. നേതൃത്വമായിട്ടും നിങ്ങൾ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ നേതൃത്വം മാറ്റം ഓരോ മാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും നടക്കത്തുമില്ല. അതിൽ കൊടിക്കുന്ന സുരേഷ് കൊത്തി. എന്താണെങ്കിലും DCC അധ്യക്ഷ പദത്തിലൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ. അതെ, പറഞ്ഞോളൂ നോബൽ. അതെ, കൊടിക്കുന്ന് സുരേഷ് എന്താണെങ്കിലും അതിൽ കൊത്തിയില്ല. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇപ്പോൾ എന്താണെങ്കിലും തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകും. പുതിയ DCCകൾ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ നിർജ്ജീവമായ DCCകൾ എല്ലാം പുനഃസംഘടിപ്പിക്കും എന്ന് വ്യക്തമാക്കിയതാണ്. ഇനിയിപ്പോൾ നിർജ്ജീവമായത് മാത്രമല്ല, എറണാകുളം, മലപ്പുറം അടക്കമുള്ള DCCകൾ കൂടി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ പുനഃസംഘടന ആരംഭിക്കുക. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഉടൻ തന്നെ കോൺഗ്രസ് കടക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കാണ് എത്തി നിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം അത് പൂർത്തിയാക്കി കീഴ്ത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, അത് തന്നെയാണ് ലക്ഷ്യവും. ഓക്കെ, താങ്ക് യു നോബൽ. നമുക്ക് വലിയ വാർത്തകളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിങ്ങിനായി നിങ്ങൾ കാത്തിരിക്കുക.